ഭോപ്പാലിലെ ഒരു പീഡനക്കേസിനെ കുറിച്ച് വർഗീയ ഉള്ളടക്കത്തോടെ വാർത്തകൾ പ്രസിദ്ധീകരിച്ച ഹിന്ദി ദിനപത്രങ്ങളായ ദൈനിക് ഭാസ്കറിൻ്റെയും നവദുനിയയുടെയും എഡിറ്റർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുകയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഭോപ്പാൽ നിവാസിയാണ് ഹർജിക്കാരൻ. സ്വകാര്യ മേഖലയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. രാഷ്ട്രീയമോ സംഘടനാപരമോ ആയ ബന്ധമില്ലാത്ത ഒരു സാധാരണ പൗരൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനോ പൊതുവ്യക്തിത്വമോ അല്ല. എന്നാൽ മാധ്യമ വാർത്തകളിലെ വർഗീയ ചുവയുള്ള പരാമർശത്തിൽ കടുത്ത വേദന തോന്നിയതിനെ തുടർന്നാണ് കോടതിയെ സമീപിക്കാൻ നിർബന്ധിതനായതെന്ന് അദ്ദേഹം പറയുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പത്രങ്ങൾ ലവ് ജിഹാദ് എന്ന പദം ആവർത്തിച്ച് ഉപയോഗിക്കുകയും അതുവഴി കുറ്റകൃത്യത്തെ ഒരു പ്രത്യേക സമുദായവുമായി മൊത്തത്തിൽ ബന്ധിപ്പിക്കുകയും ചെയ്തുവെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്നതിനപ്പുറം പ്രസ്തുത വാർത്തകൾ ഒരു സമുദായത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അതുവഴി സാമുദായിക ഐക്യം തകർക്കുകയും സാമൂഹിക വിഭജനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന് ഹർജിക്കാരൻ വിശദീകരിക്കുന്നുണ്ട്. അടിയുറച്ച ഇസ്ലാം മത അനുയായിയും ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നയാളുമാണ് താനെന്ന് ഹർജിക്കാരൻ പറയുന്നു. ഭോപ്പാലിലെ TIT കോളേജിലെ വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്യുകയും വീഡിയോകൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു എന്ന ക്രൂരമായ കുറ്റകൃത്യമാണ് കേസിനാധാരം. ഈ വിഷയം കർശനമായും ഒരു ക്രിമിനൽ കേസായി പരിഗണിക്കണമെന്ന് ഹർജിക്കാരൻ ഊന്നി പറയുന്നു. എന്നാൽ ഇന്ത്യൻ നിയമത്തിൽ നിയമപരമായ അടിസ്ഥാനമില്ലാത്ത ലവ് ജിഹാദ് എന്ന പദപ്രയോഗം ഉപയോഗിച്ച് ദൈനിക് ഭാസ്കറും നവദുനിയയും സംഭവത്തെ മനഃപൂർവ്വം വർഗീയമായ കാഴ്ചപ്പാടിലൂടെ ചിത്രീകരിച്ചുവെന്ന് ഹർജിക്കാരൻ പറയുന്നു. ബലാത്സംഗ കേസിലെ പ്രതിയുടെ മതത്തെ മുസ്ലിം സമുദായവുമായി മൊത്തത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രകോപനപരമായ റിപ്പോർട്ടുകൾ ഈ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ജിഹാദ് എന്ന വാക്കിൻ്റെ ദുരുപയോഗത്തിൽ അദ്ദേഹം പ്രത്യേക ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഖുർആനിൽ അതിൻ്റെ അർത്ഥം നീതിക്ക് വേണ്ടി പോരാടുകയും അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണെന്ന് വിശദീകരിക്കുന്നു. മുസ്ലിങ്ങളെ കുറ്റവാളികളായി ചിത്രീകരിക്കാൻ ജിഹാദ് എന്ന പദം വളച്ചൊടിച്ചിരിക്കുന്നുവെന്ന തൻ്റെ വാദത്തെ പിന്തുണക്കാൻ അദ്ദേഹം ഖുർആനിലെ അൽ ബഖറ അധ്യായത്തിലെ 190, അൽ ഹജ്ജ് അധ്യായത്തിലെ 39 എന്നീ വാക്യങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. ഇത്തരം റിപ്പോർട്ടിംഗ് ഇസ്ലാമിക അധ്യാപനങ്ങളെ അനാദരിക്കുന്നുവെന്നും സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ദശലക്ഷക്കണക്കിന് പൗരന്മാരുടെ അന്തസ്സിനും മതവികാരത്തിനും ഹാനികരമാണെന്നും അദ്ദേഹം പറയുന്നു. ലവ് ജിഹാദ് എന്ന പദത്തെ വളച്ചൊടിക്കുകയും കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് തൻ്റെ മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഭിന്നത സൃഷ്ടിക്കാനും രാജ്യത്തിൻ്റെ മതേതര ഘടനയ്ക്കും സാമൂഹിക ഐക്യത്തിനും ഭീഷണിയാകാനും ഈ വിവരണം ആയുധമാക്കുകയാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. കുറ്റകൃത്യത്തിൻ്റെ കേന്ദ്രബിന്ദുവായി പ്രതിയുടെ മതത്തെ ചിത്രീകരിക്കുന്ന തലക്കെട്ടുകളും ലേഖനങ്ങളും ഈ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ ഉദാഹരണങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഏപ്രിൽ 26-ന് ഒരു പത്രത്തിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: മുസ്ലിം യുവകോം കാ ദൂസര ഗിരോഗ് ബി ഫൻസത്താത്ത ഹിന്ദു ലടുക്കിയോം കോ ദോ ഔർ പീഡിതൈൻ പൗഞ്ചിത് ആനെ. മുസ്ലിം ആൺകുട്ടികളുടെ രണ്ടാമത്തെ സംഘം ഹിന്ദു പെൺകുട്ടികളെയും വശീകരിച്ചു. അതിജീവതകളായ 2 പേർ കൂടി മുന്നോട്ട് വരുന്നു. ഏപ്രിൽ 28-ന് ദൈനിക് ഭാസ്കർ മറ്റൊരു തലക്കെട്ട് നൽകി. അത് ഇങ്ങനെയായിരുന്നു: ഫർഹാനെ ഹിന്ദു ഛാത്രാസെ ഇൻഡോർമേം കിയാത്ത ദുഷ്കർമ്മ ഫോൺ പർ ബായിനെ സുനി ചീക്കെ. ഇൻഡോറിൽ ഫർഹാൻ ഹിന്ദു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. സഹോദരൻ ഫോണിൽ നിലവിളി കേട്ടു. ഭോപ്പാലിലെ ബലാത്സംഗ സംഭവത്തെ ദി കേരള സ്റ്റോറി എന്ന വർഗീയ സിനിമയുമായി താരതമ്യം ചെയ്ത മറ്റൊരു ലേഖനം ഒരു വലിയ മതഗൂഢാലോചനയെ സൂചിപ്പിക്കുന്നു.
ഭോപ്പാൽ മേം ലവ് ജിഹാദ് കാ ദി കേരള സ്റ്റോറി പാറ്റേൺ. ഭോപ്പാലിലെ ലവ് ജിഹാദ് ദി കേരള സ്റ്റോറി പാറ്റേൺ പിന്തുടരുന്നു എന്ന്. സമത്വം, വിവേചനമില്ലായ്മ, അഭിപ്രായ സ്വാതന്ത്ര്യം, അന്തസ്സോടെയുള്ള ജീവിതം, മതസ്വാതന്ത്ര്യം എന്നിവ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദങ്ങളായ 14, 15, 19, 21, 25 എന്നിവയുടെ ലംഘനമാണ് ഇത്തരം റിപ്പോർട്ടിംഗ് എന്ന് ഹർജിയിൽ പറയുന്നു. ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരെ പ്രേരിപ്പിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും നിലവിലില്ലാത്ത ഒരു നിയമ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ സമാധാനപ്രിയരായ പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണിത്. അത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഹാനികരമാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ നിയമത്തിൽ ലവ് ജിഹാദ് എന്നതിന് ഔദ്യോഗിക നിർവചനം ഇല്ല. ദേശീയ അന്വേഷണ ഏജൻസിയോ മറ്റേതെങ്കിലും ഔദ്യോഗിക സ്ഥാപനമോ ഇത് ഒരു കുറ്റകൃത്യമായി അംഗീകരിക്കുകയോ നിർവചിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഈ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും കെട്ടിച്ചമച്ച റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് തുടരുന്നു. ഇത് സമുദായങ്ങൾക്കിടയിൽ സാമൂഹിക സംഘർഷം, വിദ്വേഷം, പക എന്നിവ സൃഷ്ടിക്കുന്നു. ഈ വിഷയം ഒരു സമുദായത്തിനെതിരായ ആക്രമണം മാത്രമല്ല, ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നും ഹർജി ചൂണ്ടിക്കാട്ടുന്നു. ഭിന്നിപ്പിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഇത്തരം വിവരണങ്ങൾ ഭാവിയിൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ ശക്തമായ ഉത്തരവ് ഹൈക്കോടതി ഇറക്കണമെന്നാണ് ആവശ്യം.